ഇതെന്താ വെള്ളം വെള്ളാക്കിയിട്ട് കല്യാണം പറഞ്ഞിറങ്ങിയാണ്. അവിടെയും വിളിച്ച് ഇവിടെയും വിളിച്ച് റീറ്റനോട് പ്രത്യേകം പറയണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓ എടാ ക്ലീറ്റോ, ഞാൻ അവനോട് കല്യാണം പറഞ്ഞാൽ കേട്ടോ. കണ്ട് പറഞ്ഞില്ലേ? പറഞ്ഞില്ലായിരുന്നു, ഫോൺ ചെയ്തില്ലായിരുന്നു. വണ്ടി വിളിക്കാം, ഞാൻ ഏർപ്പാട് ചെയ്യാം. അല്ലല്ല, അതൊക്കെ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. ആ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് സന്തോഷത്തോടെ അങ്ങ് പോവാം. ഓക്കെ അല്ലേ? അതോ ഇവിടെ ഇങ്ങോട്ട് വാ. ആഹാ, ഇവിടെയാണോ? എന്താ പരിപാടി? കണ്ടൂടെ ചമ്മന്തി അരയ്ക്കുന്നു. ആ, നീ ഇത് അരച്ചിട്ടുണ്ടെങ്കിൽ അവള് കണ്ടിട്ട് എടുത്ത് ചാടെ. എന്തിന്? വെള്ളച്ചമ്മന്തി. അവളെ നിങ്ങൾ കളിയാക്കുന്നത് അങ്ങനെയല്ലേ? അവല്ലേ ക്ലീറ്റല്ലേ? അവിടെ ഉണ്ട്. അടിപൊളി. കാത് പഴുക്കൂട്ടാ. ആ, അമ്മയ്ക്ക് പഠിക്കണ നീ. പണ്ട് അമ്മ എങ്ങനെയല്ലേ നമ്മളെ പറ്റിച്ചോണ്ടിരുന്നത്? അരച്ചിട്ട് കൈട്ട് വരാതിരിക്കാൻ വേണ്ടിട്ട്. താ ഉപ്പില്ല. ഇതാ തരാത്തത്. പോടുന്നു. അന്നോടെ ഹലോ, ദേ ഇങ്ങോട്ട് വാ. ദേ ഇങ്ങോട്ട് അളിയൻ. എന്താ അമ്മ അല്ലല്ലേ, മറ്റേ ഞാനൊരു ഇനോവയുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അത് നടക്കൂല. അളിയൊന്ന് അറേഞ്ച്. എന്താ പറഞ്ഞേ? ഞാനൊരു ഇനോവ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞത് നമ്മുടെ കല്യാണത്തിൽ പോയി ഞായറാഴ്ച. അപ്പൊ അത് നടക്കൂല, 2 ദിവസം കഴിഞ്ഞ് എത്തുള്ള വണ്ടി. ഓഹോ, അവന്മാർ വരുമ്പോ താമസിക്കും. അപ്പൊ കല്യാണത്തിന് പോകണില്ലേ? കല്യാണത്തിൽ പോകണം, വേറെ വണ്ടി വേണം. അളിയാൻ വരണം, അറേഞ്ച് ചെയ്യും. ഞാനാ? ഇപ്പൊ സമയത്തൊക്കെ പറഞ്ഞ എങ്ങനെ അറേഞ്ച് ചെയ്യും? അത് നമ്മൾ ഇന്നലെ തീരുമാനിച്ചല്ലേ ഉള്ളൂ. എന്നാലും ഒരു വണ്ടി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ സമയം ഒന്നും. അത് ഓട്ടോ ഞായറാഴ്ച ഒരുപാട് കല്യാണമുള്ള ദിവസങ്ങളെ ഒരുപാട് പരിചയക്കാരുള്ളതല്ലേ, ആരെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കേ. അല്ല, നീ പറഞ്ഞ അവൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് തരാൻ പറ. അവൻ അറേഞ്ച് ചെയ്താൽ ചിലപ്പം അതായിരിക്കും നല്ലത്. ഞാനൊക്കെ അറേഞ്ച് ചെയ്യുമ്പോഴേ നീ അത് ശരി, പിന്നെ ഞാൻ തന്നെ അറേഞ്ച് ചെയ്യാം. അല്ലേ? എന്താ പിന്നെ നീ എന്തിനു ഇവിടെ നിന്ന് എന്നോട് ചോദിച്ചാൽ അതൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ നോക്കട്ടെ. അല്ല, ഉണ്ട് വണ്ടി വേണം. അൻസാറിന്റെ മാമാക്കൊരു വണ്ടിയുണ്ട്. നീ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഞാൻ എന്റെ ഒരു ജോയിലാലുണ്ട്, ഞാൻ ജോയിലാലിനെ വിളിക്കാൻ വരട്ടെ. അൻസാറിന്റെ മാമാടെ ഒരു നല്ല ഇന്നോവ കിടപ്പുണ്ട്. അത് അവിടെ ഒതുക്കിയിട്ടെങ്കിൽ വലിയ ഓട്ടോ ഒന്നും ഇല്ലാത്തതാണ്. നമുക്ക് അതാകുമ്പോഴേ നമുക്ക് സ്വതന്ത്രമായിട്ട് പോകാനും കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റുമേ. വേഗം പറഞ്ഞോ. വണ്ടിയെ ഞാൻ പറഞ്ഞത് നടക്കൂല. കേജറാണല്ലേ വേറെണ്ണം. കറക്റ്റ്. അൻസാറേ, അളിയാ നമ്മൾ പറഞ്ഞില്ലേ മറ്റേ അല്ല, ഞാൻ എപ്പോഴും പറയാറില്ലേ വണ്ടിക്ക് എന്തെങ്കിലും ഓട്ടം പറഞ്ഞെങ്കിൽ ഇന്നോവ വേണമെന്ന് ഞാൻ പറയാറില്ലേ. ഞായറാഴ്ച ഒരു ഓട്ടം ഉണ്ട്. എവിടെ അളിയാ നമ്മൾ പോകണം? കൊല്ലത്ത് മാടന്ന ഒരു കല്യാണം. മറ്റേ ലവൻ്റെ ഫാസിലിൻ്റെ ബന്ധുവിൻ്റെ. ആ ശരി, മാമാടുത്ത് പറയണം, എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറയണം. ശരി. ഓക്കെ. എത്ര രൂപ ചോദിച്ചാ? പറഞ്ഞു. അത് കുഴപ്പമില്ല. എന്നാലും എത്ര രൂപ കൊടുക്കേണ്ടി വരും? 5000 രൂപ. 5000 രൂപ? 5000 ആണ് പറഞ്ഞത്. പിന്നെ എന്തെങ്കിലും കുറവ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് 3500 രൂപയ്ക്കാണല്ലോ ഓടാന്ന് പറഞ്ഞത്. ചുമ്മാ അല്ല അവൻ വരാത്തത്. 3500 രൂപ കൊല്ലം വരെ പോയി അവന് നഷ്ടമാണ്. അവൻ മനസ്സിലാക്കിയിട്ട് മനഃപൂർവ്വം വണ്ടി ഇല്ലാന്ന് പറഞ്ഞാണ്. ട്രെയിനും പോടാന്നാ. അത് ശരിയായിരുന്നു. ട്രെയിനിലാകുമ്പോൾ നമുക്ക് എല്ലാവരും കൂടെ അങ്ങ് പോകാനും പറ്റും. അതെ, ബുദ്ധിമുട്ടില്ലല്ലോ. ട്രെയിൻ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ട്രെയിൻ നിങ്ങളെ വീടിന്റെ നടയിൽ വന്ന് കിടക്കുമോ? ഇല്ലല്ലോ. നമ്മൾ അവിടെ പോകണം റെയിൽവേ സ്റ്റേഷന്. അതിന് എത്ര സമയം നമ്മൾ അവിടെ കാത്തുനിന്ന് ഇവിടെ കാത്തുനിന്ന് റെയിൽവേ സ്റ്റേഷൻ അതൊന്നും വേണ്ട. അതുപോലെ അമ്മയ്ക്ക് പാടായിരിക്കും. പിന്നെ മാത്രമല്ല നല്ല പട്ടുസാരിയൊക്കെ കൊടുത്ത് നമ്മൾ ഒരു ഗമയിലൊക്കെ ചെല്ലുമ്പോൾ അതിപ്പോ കുറവ് ചെയ്ത് തരും. പിന്നെ ഒരു കണക്കിന് നമുക്ക് എന്തായാലും മറ്റവന്റെ വണ്ടി കിട്ടാത്ത നന്നായി. അൻസാറിന്റെ വണ്ടി ആകുമ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആള് ഡ്രൈവറായിട്ട് വരുമ്പോ കാര്യങ്ങളൊക്കെ അല്ല ഞാൻ ഓടിക്കും. അല്ല എങ്കിലും അപ്പൊ ഡ്രൈവർ വേണ്ടല്ലോ. ഡ്രൈവർ വേണ്ട. ഡ്രൈവർ വേണ്ടാതെങ്കിൽ 1000 രൂപ കുറച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. 4000 രൂപ. 2 രൂപ നീ 2 രൂപ ഞാൻ. പിന്നെ എങ്ങനെയാ അങ്ങനെയല്ലേ വേണ്ടത്?
അതെ ഞാനല്ലേ വണ്ടി ഓടിക്കണേ. അതിന് ശേ ഒരു മര്യാദ കാണിത്. ഞാൻ ഒരു 1000 ഇടാം. എന്താണ് ഈ പറഞ്ഞത്? കല്യാണത്തിന് ഞാൻ കല്യാണത്തിന് ഞാൻ പൈസ കൊടുക്കണം. അതിന്റെ കൂട്ടുകാരനല്ലേ നിന്റെ പിന്നല്ലാതെ നിന്റെ കൂട്ടല്ലായിരുന്നെ ഞങ്ങളിപ്പോ കല്യാണത്തിന് പോകേണ്ട കാര്യമുണ്ടോ അല്ലേ? നീ അടുക്കള ഒരുപാട് ചെല്ലുന്നു. നീ പോ. 2000 രൂപ നീ, 2000 രൂപ ഞാൻ. ഞായറാഴ്ച രാവിലെ വണ്ടി ഇവിടെ എത്തണം. ഇത്രേ ഉള്ളൂ. എന്ത് ചെല്ല്. ആ ഞായറാഴ്ച വണ്ടി ഇവിടെ എത്തും. ആ ഇത് ക്ലീറ്റസ് ആണ് ബുക്ക് ചെയ്തേക്കണം, കനകനല്ല. അതുകൊണ്ടാ പറഞ്ഞ AC വേണേ. ഒരു LCD TV-യും സിനിമയും കൂടെ കാണുന്നോണ്ട് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടാവുമോ? ഓ 2000 കനകന് ഞാൻ 2000, അൻസാറിനൊരു 500. ചെറിയ പിള്ളേരെ കാലം കഷ്ടമല്ല. വേഗം ഇറങ്ങി വരേ. അവസാനം ക്ലീറ്റോ എത്തിയതില് സുന്ദരിയായിട്ടുണ്ടല്ലോ. അടിപൊളി. അവളവിടെ ഇത് ഇന്നത്തേക്ക് വണ്ടി വന്നില്ലല്ലോ, വണ്ടി വരട്ടെ. വണ്ടി ഇപ്പൊ വരാറായി. അവ ഇപ്പൊ വിളിച്ചപ്പോ വരുന്നാ പറഞ്ഞ. ജമന്തി ആ മക്കളെടിയായ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലേ. അമ്മ എവിടെ? അമ്മ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അതാണ് ഇനി തീരാത്തത്. അത് തീരൂലല്ലേ. വാ വാ വാ. ആ ഓടി വാ. ഞാൻ അവനെ പോയി കത്തയക്കണമെന്ന് അറിയാൻ വേണ്ടേ. ഓ ഇതുവരെ കൊടുത്തില്ലേ? വാടി മതിയടി. എന്താന്ന് കിടന്ന് മരിക്കും. പോണ്ടേ? ആ അല്ല ഈ കൊള്ളാമോ അമ്മ? അമ്മ പോണ വഴി കുടിക്കാൻ വല്ല വെള്ളം വല്ല എടുത്താ? വെള്ളം വല്ല എടുത്താ? അത്രയ്ക്ക് അങ്ങ് ദൂരം കിടപ്പോണ്ടേ. പിന്നെ 3-3.5 മണിക്കൂർ യാത്രയില്ലേ? ഒരു പൊതി ചോറും കൂടി എടുത്താലോ എന്നാ? എന്ത് ഒരു കുപ്പി വെള്ളം മേടിച്ചു തരാൻ പറ്റൂലേ നിനക്ക്? പൈസ ആര് കൊടുക്കും? 20 രൂപ എടുക്കാനില്ലേ? ഇല്ല. കല്യാണത്തിന് പൈസ കൊടുക്കണം, വണ്ടിക്കൂലി കൊടുക്കണം. 10 പൈസ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഏട്ടാ പോണ വഴിക്ക് ആ കടയിലൊന്ന് നിർത്തണേ. ഒരു നാരങ്ങ മേടിക്കണം, ചിലപ്പോ ഞാൻ ഛർദിക്കും. അതിനൊരു കവർ എടുത്ത് കൈ പിടിച്ചാ പോരെ? എടാ എന്തോന്നത്? എന്ത് മുണ്ട്? വേറെ ഒന്നുമില്ലേ നിനക്ക്? ആ സ്വർണ്ണക്കസ വെള്ളം മുണ്ടെടുത്ത് എന്റെ കല്യാണമല്ലേ കഴിക്കാൻ പോണത്? ഒരെണ്ണം കഴിച്ചാൽ മതിയായിരിക്കും. ഉള്ളിലട്ടോ ക്ലീറ്റോന്റെ കൂടെ നടക്കുമ്പോഴത്തേനും 10 പേര് ശ്രദ്ധിക്കും. അതുകൊണ്ട് പറഞ്ഞതാ. ഇതെന്തോന്ന്? കവർ ഛർദിക്കുവാണെങ്കിൽ വീട് അടയ്ക്കൂല, ഒരു വീട് അടയ്ക്കില്ല. അവൻ എവിടെ? ഇത് അവനെ വിളിച്ചോ. എന്തോന്ന്? നിന്റെ കല്യാണമൊന്നും അല്ലല്ലോ, അവിടെ വന്നോളും. സമയമായില്ലേ? അവിടെ ചെല്ലും. ഫാസിന്റെ അവിടുത്തെ കല്യാണം അല്ലേ? അപ്പൊ നമ്മള് നേരത്തെ പോണ്ടേ? വരട്ടെ, ഇതൊക്കെ ചെയ്യപ്പോ വരട്ടെ. നീ വിളിച്ചു നോക്ക്, ക്ലീറ്റോനെ വിളിച്ചു നോക്ക്. ഞാനിനി എനിക്ക് നിൽക്കാൻ വയ്യ. നിങ്ങൾ എന്തെങ്കിലും അവിടെ ഇരുന്നോ. ഇനി സാരി ഒന്നും ഉടക്കണ്ട. അഴുക്കാവൂലേ? നീ ഇരിക്കണ്ട, നിന്റെ ഉടുപ്പ് വേണ്ട. എന്നെ മുമ്പിൽ ഇരുത്തണേ. എന്നെ കൊണ്ട് വയ്യ. ഈ 3-3.5 മണിക്കൂർ സമയമൊക്കെ ഇങ്ങനെ മുടുക്കി പിടിച്ചും കൊണ്ടൊന്നും ഇരിക്കാം. ഞാൻ പറഞ്ഞേ, ഞാൻ സൈഡിലിരിക്കും. ഇതേത് വണ്ടി? അയ്യോ ഇത് പൊന്നെ, ഞാൻ വരുന്നില്ല. പറഞ്ഞ ഇനോവ എവിടെ ക്ലീറ്റോ? വലിയ വണ്ടി കൊണ്ടിരുന്നു പറഞ്ഞിട്ട്. അൻസാറിന്റെ മാമാക്ക് പെട്ടെന്ന് വലിയൊരു നെഞ്ചുവേദനയാണ്. മരിച്ചാ? ഇല്ല, മരിച്ചില്ല. അപ്പൊ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ഇന്നോവ എടുത്തിട്ടാണ് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. നമ്മുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി ഈ വണ്ടിയെങ്കിലും കിട്ടിയത്. അൻസാർ ഒരുപാട് കഷ്ടപ്പെട്ട്. ഇത് വേണ്ട, വണ്ടി കാണുന്ന പോലെ ഒന്നും നോക്കണ്ട, നല്ല കണ്ടീഷൻ. ഞാൻ അവിടെ നിന്ന് ഇതൊരു ഓടിച്ചെന്ന് ഉറങ്ങിപ്പോയി. കയറി കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ഉറങ്ങും. പിന്നെ കൊല്ലത്തെ എണീക്കുള്ളൂ കേട്ടോ കല്യാണ മണ്ഡപത്തിൽ. കാശ് എണ്ണി കൊടുത്തിട്ടാണ് മര്യാദക്ക് നല്ല വണ്ടി എടുത്തോടാ. എൻ്റെ അളിയ, ഇതിപ്പം നമുക്ക് ലാഭമേ ഉള്ളൂ. മറ്റേ കാശ് കൊടുക്കണ്ട, പകുതി കാശ് കൊടുത്താൽ മതി. 2000 രൂപ കൊടുത്താൽ മതി. ഈ വണ്ടിയിൽ എല്ലാരും കൂടെ എങ്ങനെ പോകും? അല്ല, ഒരു കാര്യം ചെയ്യടാ. എന്നാ പിന്നെ ഇപ്പൊ എന്തായാലും ഇനിയിപ്പോ ഒരു ഇന്നോവയൊക്കെ കിട്ടാൻ പാടല്ലേ? ഇപ്പം ഫാസിലിന്റെ കുഞ്ഞുമാന്റെ മോളുടെ കല്യാണമല്ലേ? നിന്റെ കൂട്ടുകാരനായപ്പോ ഞങ്ങള് വരണമെന്ന് നിർബന്ധമില്ലല്ലോ. നിങ്ങൾ 3 പേരും കൂടി നിങ്ങളൊരു കാര്യം ചെയ്യും.
ഈ ഇതിൽ എന്നെ കൊണ്ടൊക്കത്തില്ല മക്കളെ. അവൻ്റെ അടുത്ത് പറ, അമ്മയ്ക്ക് തീരെ വയ്യാതെ എടുക്കുന്നത്, നിങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോയി. എനിക്ക് വയ്യ, എന്നെ കൊണ്ട് കുത്തിപ്പിടിച്ചിരിക്കാൻ ഒക്കത്തില്ല. അമ്മ ഈ വണ്ടി കണ്ടപ്പോ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരുവാ. ഇതിപ്പോ നിങ്ങൾ വിചാരിക്കും പോലെ അങ്ങനത്തെ ലോക്കൽ വണ്ടിയൊന്നും അല്ല, ഇത് രാജാവാണ് വണ്ടി. പിന്നെ ഇന്നോവയ്ക്ക് അകത്തിരുന്നാലും നമ്മൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കാണുന്നതൊക്കെ തന്നെ ഈ വണ്ടി ഇരുന്ന് പോയാലും കാണുന്നത് ആ കടകളും തിരക്കും ഇതൊക്കെ നമുക്ക് കാണാം. അതല്ല, പുറത്ത് നിന്ന് കാണുന്നവർക്ക് ഒരു ചന്തം വേണ്ടേ? നമ്മൾ പുറത്തേക്കണവരെ നോക്കണ്ട, പ്രശ്നം തീർന്നില്ലേ? നമുക്ക് നമ്മളെ കാര്യം നടന്നാ പോരെ. നിന്നെ ഏൽപ്പിച്ചപ്പോ എനിക്കറിയായിരുന്നു ഒരുപാട് തോന്നിയ കാണിക്കുന്നുള്ളത്. അളിയാ, ഇതിപ്പം ഇങ്ങനെയൊക്കെ മനുഷ്യന് ഓരോ അസുഖങ്ങൾ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടൊന്നും എന്റെ അല്ലല്ലോ. ശനിദേശം കഴിഞ്ഞാൽ അവനെ ഏൽപ്പിച്ചത്. അന്നേരം തന്നെ ആ ജോലി എല്ലാം വിളിച്ചാൽ മതിയായിരുന്നു. എന്നാലും 2000 രൂപ ലാഭമായില്ല അളിയന്. ലാഭമല്ലേ? എങ്ങനെ പോണ അളിയാ ഇത്? ഇതിനകത്ത് കയറി ഇരിക്കാൻ പറ്റുമോ? അളിയാ, നല്ല കണ്ടീഷനാണ്, സീറ്റൊക്കെ നല്ല പുതിയ ലെതറാണ്, നല്ല ഇതാ. കയറി ഇനി സമയം കളയണ്ട. ഇനി പടങ്ങി പണി ഓരോരുത്തരുടെ കൈ കാലം പിടിക്കാൻ പറ്റില്ല. മലയൊക്കെ വണ്ടി കയറാം. തുറന്നാണ് എല്ലാവരും കയറി, പാട്ടൊക്കെ ഉണ്ട്, നല്ല പാട്ടൊക്കെ ഉണ്ട്. ഇത് തുറക്കാനും വയ്യ. കയറും അവരിച്ച് പൊളിക്കുന്നതാണല്ലോ. അല്ല അങ്ങനെ പിടിക്കില്ല അത്. ഒരു കാര്യം ചെയ്യും, അമ്മ ബാക്കർ അതെ കാല് കെട്ടി ഇതുവഴി കയറാം. തുറക്കാൻ എന്തായാലും ആവട്ടെ. അമ്മേ അത് വഴിയാ. എനിക്ക് വയ്യ. അയ്യോ, അതിലൊന്നും എന്നെ കൊണ്ട് കയറാൻ അപ്പൊ അമ്മ ബാക്കി ഇരിക്കും. അമ്മ എവിടെ ഇരുന്നു? ഞങ്ങൾ 4 പേരും അത് തുറക്കാൻ പറ്റും. ഇതിലെ കയറാം. തങ്കം ഭാഗത്തല്ല, ഇവിടെ ഇരിക്കും. ഇതൊക്കെ എന്തോ നല്ലയാ. ഇതൊക്കെ വർക്ക്ഷോപ്പിന് അളിയാ കയറും. ഒരു കാര്യം ചെയ്താലോ, ഞാൻ ഫ്രണ്ടിലിരിക്കാം. എന്റെ സാരി ചുണങ്ങി പോവില്ലേ? എല്ലാവർക്കും അവരുടെ കാര്യം തന്നെ. മക്കളിങ്ങോട്ട് കയറും. ഓ എന്നെ കൊണ്ട് വയ്യ. എന്റെ അമ്മ ഇതിന്റെ ലോക്ക് നിർത്താളിയാ. ഓ, നീ അവിടെ ഇരിയേ. അടക്കി സമയവും പോണ്. ദൈവമേ, എങ്ങനെയാണെന്ന് പറ. മക്കളെ, എന്റെ പൊന്നേ, നിങ്ങൾ അങ്ങനെ തള്ളല്ലേ. നിങ്ങൾ അടങ്ങിയിരിക്കും. നിങ്ങള് എന്ത് അടച്ചു വെച്ചോണ്ട് എനിക്ക് ഛർദ്ദിക്കാൻ വരുവാ. എന്ത് വെളി കാണാൻ പറ്റുന്നില്ലേ? നീ ഇവിടെ നില്ലേ? അതെ, കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, ഇഷ്ടം എത്തൂലേ? പോലും ഇറങ്ങിയാടി. അയ്യോ, എനിക്ക് ഈ പിള്ളേർ ഇത്ര തള്ളി ഇരിക്കേണ്ട കാര്യം എന്താണ്? തള്ളി കാര്യം സാരി ഉണങ്ങാതെ നോക്കണല്ലേ? കുഴപ്പമില്ല. ഉള്ള സ്ഥലത്തേൽ ഇരിക്കാൻ പറ്റില്ല. ചെയ്യുമെന്ന് പറ. അവിടെ നില്ലേ? അടക്കട്ടെ അമ്മ. അത് കിടക്കണേ. ഇത് തുറക്കാൻ പറ്റില്ലല്ലോ. അത് തുറക്കാം. നീ ഇവിടെ ഇരി. അവിടെ ഇരിക്കൂല. ഞാൻ നീ ഇവിടെ ഇരി. അവിടെ ശ്രദ്ധിക്കുവേടി. അതുകൊണ്ടല്ലേ എല്ലാവരും സഹകരിക്കും. അവൻ ഒറ്റത്തിനാണ്. എനിക്ക് കാഴ്ച കാണണം. ഞാൻ മുമ്പ് വരെ പറഞ്ഞുതരാം. എനിക്ക് ഇരിക്കാൻ വയ്യ. ഞാൻ മുമ്പ് വരെ പറഞ്ഞുതരാം. എന്റെ അമ്മ കേറണേ. ഇങ്ങോട്ട് കയറി. നീ മടിയിലോട്ട് ഇരുന്നോ. ഇവിടെ അടക്കാം. ഒരുമിച്ച് നടക്കാം. ഒരുമിച്ച് നടക്കാം. ദാ, ഒരുമിച്ച് ദാ. വിളിച്ചോ? പിടിച്ചോ? അടങ്ങിയിരുന്നോ? വേഗം ഒരു ശ്വാസം കാറ്റും ഇല്ല, എനിക്ക് വയ്യ. ഇതിനകത്ത് കയറാൻ. അതുകൊണ്ടാ ഇതിലെ കയറാം. കുറെ സമയം ഇരിക്കണം എന്റെ പെണ്ണ്. കുഴപ്പമില്ലാത്തതാ. ഒന്ന് കേറി നിങ്ങൾ. സമയം ഒരുപാടായോണ്ടാണ്. മുടി എടുത്തിട്ട് കഴിക്കാനും വയ്യ. കൃത്യസമയത്ത് എത്തിയില്ലേ? ഫാസിൽ ഫോൺ ചെയ്ത് പറഞ്ഞു നിങ്ങൾ വണ്ടിയിൽ ഇനോവയിലാണ് പോണ്, അതിൽ വന്നാൽ മതി. ഇത് ഇന്നോവല്ല. അതെന്താ ഇനോവ പറഞ്ഞിട്ട് ഈ വണ്ടി? ഇതാണ് ഇപ്പൊ കിട്ടിയത്. സമയമായി. അതെ, ഞങ്ങൾ പോണം. അന്നൊക്കെ ഞാനുണ്ട്. ഞാൻ മുമ്പിലിരിക്കാം. ഞാൻ മുമ്പിലിരിക്കാം. എന്നാ നിങ്ങൾ കയറുന്നെങ്കിൽ കയറിയും പോലും ആ, എന്നെ കൊണ്ട് വയ്യ. ഇല്ലെങ്കിൽ എന്നെ ഇറക്കി വിളി. അല്ലത് തുറക്കാൻ കിട്ടുന്നില്ലടാ. അത് തുറക്കാൻ നടന്നേ. ചെറിയ എന്തോ കംപ്ലൈന്റ് ആണ് അമ്മ. അപ്പൊ പിന്നെ എങ്ങനെ കയറിയതില്ലേ? അതിപ്പോ അളിയും കയറും. അതിനാണ് എന്റെ അമ്മ അതിന്ന് കയറാൻ പറ്റും. അല്ല, അത് തുറക്കരുത്. തുറന്നാ പിന്നെ അടയ്ക്കാൻ പറ്റൂല. അപ്പൊ ഞാനെവിടെ കയറാ? അമ്മ അവിടെ ഇരിക്കണമെന്നാ. അവിടെ പോയിരുന്നാൽ ചാവി കയറി. അല്ലടാ, ഫാസിൽ പറഞ്ഞു കല്യാണത്തിന് ഞാനും ഫാസിലിന്റെ കുഞ്ഞുമ്മയുടെ മോളെ കല്യാണമാണ്. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഇതാ പിടിച്ചേ. ഇതാ തുറന്നിട്ട് അവിടെ ഇരുന്നാൽ മതി. അവിടെ പഴിഞ്ഞ കയറി പണ്ട് കുടിച്ചോ. വണ്ടി വിട. എനിക്ക് വയ്യ. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലടാ. അല്ല, ഞാൻ അകത്ത് കയറിയും പോയി. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് ഇരിക്കാൻ സ്ഥലമില്ല മാവാ. ഇനി മണ്ടയിലോട്ടേ കയറിയിരിക്കാൻ പറ്റും. എന്തേ എന്തോ ചെറിയ ഇതാണ്. നോക്കട്ടെ. അയ്യോ, എന്തോന്ന് ക്ലീറ്റോ. തൽക്കാലത്ത് ഈ സീറ്റിലിരുന്നൂടെ? ഇത് സ്റ്റാർട്ട് ആവുന്നില്ല. ഒന്ന് തുറന്നേ വേണ്ടി. വണ്ടി ഒന്ന് തുറന്നേ. ഒന്ന് തുറന്നേ. ഇല്ല മാമ, ശരിയാവാം. ഒന്ന് പ്രാർത്ഥിക്കാനായിരുന്നു. അതെ, ആയി. ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്.
ഇവൻ കുറച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിരുന്നൊക്കെ ഇവിടെ ഇരുന്നൂടെ? തുറന്ന് കയറ്. ഇത് തുറന്ന് കയറാൻ പറ്റണ്ടേ അമ്മാവാ? അമ്മവാ ഇപ്പൊ ഞങ്ങൾ ഉള്ള സൗകര്യത്തിൽ പോയിട്ട് അതിന്റെ ബാക്കി കഥകൾ പറഞ്ഞു തരാം. സമാധാനത്തിൽ അവിടെ ഇരിക്കും. ഇതിനകത്ത് നല്ല സുഖമൊന്നുമില്ല, ഭയങ്കര പാടായിരിക്കാൻ. ഇനോ വേണേ കുഴപ്പമില്ലായിരുന്നു. എടുത്തോ എടുത്തോ എടുത്തോ. ഇതൊന്നും ഇല്ലല്ലേ അതിനകത്ത്? എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട്. ആ വീശരോട് എടുത്താ ചേർന്നാ, വീശരോട് എടുത്തിരുന്നെങ്കിലേ താക്കല്ലേ AC നോക്കട്ടെ. AC പോയിട്ടാ കാണിച്ചോ. എവിടെ എനിക്ക് കാണാൻ വയ്യ ഒന്നും. കാണാം. തുറന്ന് അടയ്ക്ക്. അത് പിടിച്ചോണ്ടിരുന്നു, അത് പിടിച്ചോണ്ടിരുന്നോളാ, അത് പിടിച്ചോണ്ടിരുന്നു. ആവശ്യമില്ലാത്ത സുത്തിലൊന്നും പിടിക്കരുത്. പോയിട്ടാ. ഞാൻ വിളിക്കാം. വിളിക്കണേട്ടാ. ഓക്കെ. എവിടെ പിടിച്ചാലും പെയിന്റ് അടിക്കൂലോ അത്. ശരി ശരി. എന്താ അടിച്ചോടിക്കാനേ പോയി ഇപ്പൊ പറഞ്ഞു ഞാൻ വരുന്നില്ല. എനിക്ക് വയ്യ. എന്ത് 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 എന്തോ നോക്കട്ടെ, ഞാൻ ഒന്ന് നോക്കാം. കാര്യമുണ്ട്. കഷ്ടം തന്നെ എന്തായാലും. ഞാൻ വരുന്നില്ലെന്ന് ഞാൻ അപ്പൊ പറഞ്ഞത്. നിങ്ങളത് ബഹളം വെക്കല്ലേ? ആ ആ വണ്ടിയല്ലേ, മനുഷ്യനെ പോലെ തന്നെ മനുഷ്യന് അസ്വസ്ഥതകളൊക്കെ ശരീരത്തിലുണ്ടാവില്ലേ? മനുഷ്യനല്ലേ വണ്ടിക്കാതിരിക്കുന്നത്. വേണ്ട വേണ്ട വേണ്ട, അളിയിരിക്കട്ടെ, ഞാൻ നോക്കാം. ഇപ്പൊ ശരിയാക്കാം, കുഴപ്പമൊന്നുമില്ല. കഷ്ടം തന്നെയല്ലേ? അത് ഇറങ്ങാൻ നോക്കാം. ഇറങ്ങടി. നോക്കട്ടെ. അയ്യോ. മാറി, നീ അങ്ങോട്ട് മാറി. നീ അതുവഴി ഇറങ്ങടി. അതുവഴി ഇറങ്ങ. ഇല്ല ഇല്ല, വിഷമിക്കണ്ട. കണ്ടുപിടിച്ച് എന്ത്? ബാറ്ററി വേറെ ഏറിയ ലൂസ്, ടെർമിനൽ ലൂസാണ്. അത് ഒന്ന് കറക്റ്റ് ചെയ്താ. ഇരുന്നോ. ടെർമിനലേ ടെർമിനെല്ലാം എയർപോർട്ടാ. കയറകത്ത്. ഓ ജോലി കയറാൻ പറ്റില്ലല്ലോ. മക്കൾ അവിടെ കയറ്. ഒരു കല്ല് കിട്ടും മക്കളെ. നിന്റെ തലടിച്ച് പൊട്ടിക്കാനാ? അല്ല, ഇതൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കണേ. കല്ല് എവിടെയെങ്കിലും കല്ല് കിടക്കണമെന്ന് നോക്കി ഒരു കല്ല് കിട്ടിയാല്. കിട്ടി കല്ല് കിട്ടിയാ? ചെറിയ ആണേ. കാല് കൊണ്ട് മുറിഞ്ഞ ആശുപത്രി കൊണ്ടുവിടരുത്. എന്ത് ചെയ്യും? കഴിഞ്ഞു. ഇനി ഓക്കെ. അങ്ങനെ എത്തുവോ? ഇനി വേണ്ടി വരില്ല. കല്ലെടുത്ത് വെച്ചോ. കല്ല് അതിനടുത്ത് തന്നെ വെച്ചാലേ. അടി കേറ്. സമയം കളയല്ലേ, ഇനി നേരെ കൊല്ലത്ത് നിർത്തുള്ളൂ. നിർത്തുടിക്കല്ലേ? കയറിക്കോ. ചെറിയ കേസായിരുന്നു കേട്ടാ. ശരിയായ പിന്നെ ഓക്കെ അമ്മ. ഇനി കുഴപ്പമില്ല, പെട്ടെന്ന് അങ്ങ് പോളിയാ, സമയമായത്. നിന്നെ സൂക്ഷിച്ച് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞില്ലേ, പാട്ടൊന്നും വേണം, നീ വേഗം കൊണ്ടുപോയാൽ മതി. ചക്കളയും പോലെ ഒരു പാട്ട് പാടേ. AC-ക്ക് എന്തോ ചെറിയൊരു തകരാ. അയ്യോ, കുഴപ്പമില്ല. അത് എനിക്ക് വയ്യ, എന്നെ ഇറക്കി വിട്. ഞാനിവിടെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഇരുന്നോളാം. അല്ല അമ്മ, ഒന്നുമില്ല അമ്മ. അത് എനിക്ക് തോന്നണത് പെട്രോളിന്റെ മിസ്സിംഗ് ആണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. സമയത്തായി നോക്കി. ശരിയായി. അതെ, ഇത് ഇറങ്ങാനും പറ്റില്ല. വേറെ നില്ലളിയാ, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. കല്ല് കളയണ്ടാന്ന്. അല്ലെ, കല്ലിന്റെ പ്രശ്നം വരൂല. കല്ല് തല അടിച്ചാൽ പൊട്ടിക്കുന്നു. നോക്കും, അകത്ത് പോയാലും കുഴപ്പമില്ല. ചൂടാവല്ലേ, സമാധാനപ്പെടുകളിയാ. ആണെന്ന് പറ. എടാ, എനിക്കൊരു ഗുളിക മേടിച്ചു തന്നെ തലവേദനയുടെ.
തല വെട്ടി പൊളിയും. വലിയ തലവൻ അതിലും വലിയ തലവനാ ഫ്രണ്ട് ഇരിക്കുന്നത്. സമയം പോണ്ട. അളിയാ ബഹളം വെക്കല്ലേ, ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ. നീ നേരത്തെ നോക്കിയില്ലേ? അതെ അളിയാ, പിന്നെ സമയമായി 12 മണിക്ക് നിക്കാഹിന്റെ സമയത്ത് എത്താൻ പറ്റൂല. എത്താം ബഹളം വെക്കല്. പക്ഷെ അളിയൻ ഒന്ന് സഹായിക്കണം. അളിയൻ ഒന്ന് ഈച്ചയാണ് അതിനകത്ത്. അളിയ ഒന്നിറങ്ങി വന്നു. ചെറിയൊരു ഹെൽപ്പ്, അളിയന്റെ ചെറിയൊരു ഹെൽപ്പ്. വാ, എന്ത് ഒരു ചെറിയൊരു സഹായം. വാ, അളിയാ. എത്തണ്ടേ കഷ്ടം തന്നെ, ഇറങ്ങാനും പറ്റൂല. അതെ കാലും മുറിഞ്ഞല്ലേ? നമുക്കിപ്പോ പോവാം, ഒന്നുമില്ല. അതെ എന്ത് ചെറിയ എന്ത് ഒന്ന് ബാക്കിൽ നിന്ന് ഒന്ന് അനക്കിയാലേ, ഒന്ന് പോണോ കല്യാണം എത്തണ്ട. ഒരു കൈ വെച്ച് പെട്ടെന്ന് ഇപ്പൊ പോവാം. ഞങ്ങൾ ഇറങ്ങണോ? ഒരു കാര്യം ചെയ്യും, കുറച്ച് ആളെ ഇറങ്ങി നിന്നിട്ട് തള്ളാൻ കുറച്ച് എളുപ്പമായിരിക്കും. അളിയനൊത്ത് എല്ലാരും കൂടെ ഇറങ്ങി കൂടെ വണ്ടി ചേർക്കാനെ പിന്നെ ഈ ഇറങ്ങുമ്പോ എനിക്ക് തലവേദന എടുക്കുന്നു. തലവേദന മാറും. ഇപ്പം എല്ലാരും കൂടെ ഓരോ കൈ വെച്ചാൽ അളിയന് ജോലി കുറഞ്ഞിരിക്കും. ഇത് തുറക്കാൻ പറ്റില്ലടി. ഇത് തങ്കം ഒന്ന് ഇതുവഴി ഇറങ്ങും. തങ്കം ഇറങ്ങുന്നേ. ഗുഹയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങണ പോലെ ഇതിൽ നിന്ന് ഇറങ്ങണത് ഞാൻ അറിയാം. നിങ്ങൾക്ക് ചുരിദാർ പോലെ ഇട്ടുകൊണ്ട് വന്നാൽ മതി. അതെ എല്ലാരും കൂടെ ഒന്ന് നമുക്ക് ഇപ്പൊ ഒന്ന് ഇവിടെ വരെ ഒന്ന് അനക്കി കഴിഞ്ഞാൽ സ്റ്റാർട്ടാവും. അത് കഴിഞ്ഞാൽ നമ്മള് സുഖമായിട്ട് പോകും. അമ്മ തള്ളണ്ട. അമ്മ ഇത് ചെറിയ മിസ്സിംഗ് ആണ്. അതൊന്ന് ഇതായി കഴിഞ്ഞാല് ഓർപ്പിളാണ്. അതെ പിന്നെ പോവാ. എന്തോടെ എന്തായാലും ഉദ്ദേശം? ഒന്നുമില്ല. നീ എന്താ സ്റ്റാർട്ട് ചെയ്തത് വണ്ടി? ഇത്രയും പേരെ തള്ളിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒതുക്കിയെടുത്ത് എന്തിനാ? സ്റ്റാർട്ടാവണില്ല. മാത്രമല്ല നമ്മൾ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. ഇത് റോട്ടിൽ കിടന്ന് നമുക്ക് ഒതുക്കിയിട്ടിട്ട് സമാധാനത്തിൽ നോക്കാമല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ തള്ളാൻ പറഞ്ഞത്. നോക്കട്ടെ. ഇനി നമ്മുടെ ആരുടെയെങ്കിലും കയ്യിൽ വെള്ളം ഇരിപ്പുണ്ടാവുമോ? നീ ഇങ്ങനെ വെള്ളം കുടിപ്പിക്കാൻ ഓടെ വെള്ളം കിടപ്പുണ്ട്, എടുത്ത് കുടി. എനിക്ക് കുടിക്കാനൊന്നുമല്ല, വണ്ടിയിൽ ഒഴിക്കാനാണ് ഞാൻ ചോദിച്ചത്. വണ്ടി ഒരു സാറേ ഞങ്ങളെ വണ്ടി ഒന്ന് വഴിയിലായി പോയി. ഓ എങ്ങോട്ടെല്ലാരും കൂടി? ഞങ്ങള് ഫാസിലിനോട് കല്യാണത്തിന് പോകും. ഞാനും കല്യാണത്തിനാ. അല്ല അതെ ഇതിപ്പോ ഒന്നുമില്ല, ചെറിയൊരു മിസ്സിങ്. ഞാൻ നോക്കണുണ്ട്, നോക്കിയിട്ട് ഞങ്ങൾ ഈ വണ്ടി തന്നെ വന്നോളാം. ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മ ഇതിന്റെ പഴയ ഞാൻ ഓഫീസിലുണ്ടായിരുന്നു സാറാ. അല്ല അളിയാ, അതായത് ഇതിപ്പോ ഒന്നുമില്ല സാറേ. ഇപ്പൊ നോക്കിയിട്ട് ഞങ്ങൾ ഈ വണ്ടി നമുക്ക് ഒരുമിച്ച് പോവാന്നേ. അല്ല കുഴപ്പമില്ല, അവർ കയറിക്കോട്ടെ. കല്യാണത്തിന് മുമ്പ് അവിടെ എത്തണമായിരിക്കും. എന്തായാലും വന്ന അളിയാ ഇങ്ങോട്ട് കയറി. ഞാനിതൊന്ന് ഇതിന് കയറാൻ സ്ഥലമില്ലേ? കണ്ടില്ലേ, ഇതിലാകെ എത്ര പേരിലേ കൊള്ളൂ. കയറിക്കോ. വരും കൂട്ടിട്ട് വരും. അല്ലേ വേഗം വരും. അല്ല ഇതൊന്ന് ഒതുക്കിയിട്ടിട്ട് നമുക്ക് ഒരുമിച്ച് ഒതുക്കി കിടക്കണല്ലേ അല്ലേ? നിന്റെ ആഗ്രഹം പോലെ തന്നെ നടന്നു. നീ കല്യാണത്തിൽ വരണമെന്നല്ലേ ആഗ്രഹിച്ചിരുന്നു, അത് നടന്നു. ഈ വലിയ ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ ഒരു കാര്യത്തെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചാൽ അത് നടത്തി തരാൻ പ്രകൃതി കൂട്ടിയിരിക്കുന്നു. അത് സംഭവിച്ചു. ഇതിന്റെ വാടക 2000 രൂപയാണ്. 1000 പെട്രോളിനും 1000 വണ്ടി വാടകയും. പെട്രോൾ അടിക്കണം, നമ്മൾ പോണില്ലല്ലോ. 1000 രൂപ വാടക കൊടുക്കണ്ടേ? നീ എന്റെ അളിയനായിപ്പോയി. സാർ വണ്ടി എടുത്തോ, താമസിച്ചു. പോയിട്ടില്ല. Alien versus Alien.